പേര് സജസ്റ്റ് ചെയ്തത് നമ്മുടെ പ്രൊജക്ട് ഡിസൈനറായ സോൺബോയ് സാറോടാണ്. സാറാണ് പറഞ്ഞത് ആദ്യത്തെ പടത്തിലെ പേര് കർണൻ അല്ലയോ, അപ്പം ഇനിയും അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ ഈ പേരിൽ തന്നെ അറിയപ്പെടട്ടെ എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. സാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് കർണനിൽ വില്ലനും ഉണ്ട് നായകനും ഉണ്ട്. നല്ലൊരു പേരാണ്, അധികം ആർക്കും ഇല്ലാത്ത പേരാണ്. അപ്പം ഞാനും അത് ഇൻട്രസ്റ്റ് ആയി. ഡാം 999 പറഞ്ഞിട്ട് സാറിൻ്റെ ഒരു സിനിമയുടെ ആർട്ടിക്കിൾ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഹോളിവുഡ് ചിത്രം ഒരു മലയാളി ഡയറക്റ്റ് ചെയ്തേക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം പുനലൂരുകാരനാണ്, അപ്പോൾ എൻ്റെ നാടിനടുത്താണ്. അപ്പം ഞാൻ എക്സൈറ്റഡ് ആയി. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം വന്നത്. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തതാണ്. അങ്ങനെ ആ ഷോർട്ട് ഫിലിമാണ് ശരിക്കും പിന്നെ സിനിമയെ മാറിയത്. അത് ഷോർട്ട് ഫിലിം എടുത്തതിന് ശേഷം ആ ഷോർട്ട് ഫിലിം ശരിക്കും ഒരു സിനിമയ്ക്കുള്ള എല്ലാ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയും ഞങ്ങളിത് ചെയ്ത വർക്ക് കൊണ്ട് കാണിക്കുകയും ചെയ്തു. ഹായ് എവരിവൺ, 23-ാം തീയതി റിലീസിനൊരുങ്ങുന്ന കർണിക എന്ന സിനിമയിലൂടെ നമുക്ക് മലയാള സിനിമയിലേക്ക് കിട്ടാൻ വന്നൊരു പുതുമുഖ നായകനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓക്കെ, അപ്പം എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് നിങ്ങളുടെ പേരിനെ പറ്റിയിട്ടാണ്. ഞാനിങ്ങനെ 2 പേരൊക്കെ കേൾക്കുന്നു, കർണെന്നും അനീഷെന്നൊക്കെ. ശരിക്കും ഏതാണ് ഒഫീഷ്യൽ നെയിം? എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് അനീഷ്. പക്ഷേ എന്നെ ഇപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കർണൻ എന്നാണ് വിളിക്കുന്നത്. ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിന്റെ പേരാണ് കർണൻ. ഫസ്റ്റ് മൂവി അല്ലേ ഇത്? അതെ. ഫസ്റ്റ് മൂവിയിൽ തന്നെ ഒരു കർണൻ എന്നൊരു പേര് കിട്ടിയിരിക്കുന്നു. സ്റ്റേജ് നെയിം പോലെയാണ് കർണൻ. മാത്രമല്ല ഈ പേര് സജസ്റ്റ് ചെയ്തത് നമ്മുടെ പ്രൊജക്ട് ഡിസൈനറായ സോൺബോയ് സാറോടാണ്. സാറാണ് പറഞ്ഞത് ആദ്യത്തെ പടത്തിലെ പേര് കർണൻ അല്ലയോ, അപ്പം ഇനിയും അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ ഈ പേരിൽ തന്നെ അറിയപ്പെടട്ടെ എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. ഇപ്പൊ ഈ കർണൻ എന്ന് പറയുന്നത് ഭയങ്കര മിത്തോളജിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേരാണ്. ഇപ്പൊ ഈ അടുത്തിറങ്ങിയ നമ്മുടെ കൽക്കി എന്ന് പറഞ്ഞ സിനിമയിലും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു പേര്. അപ്പൊ ആ ഒരു പേര് സ്റ്റേജ് നെയിമായിട്ട് കിട്ടുന്നത് ആ ഒരു ഭയങ്കര സന്തോഷം തോന്നിയോ? സന്തോഷമാണ്. അപ്പം സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് കർണനിൽ വില്ലനും ഉണ്ട് നായകനും ഉണ്ട്. നല്ലൊരു പേരാണ്, അധികം ആർക്കും ഇല്ലാത്ത പേരാണ്. അപ്പം ഞാനും അത് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ നമ്മുടെ സ്റ്റേജ് നെയിമായിട്ട് കർണൻ എന്നൊരു പേര് സ്വീകരിച്ചു. അതെ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ കർണിക എന്ന് പറഞ്ഞ സിനിമയിൽ ആ സിനിമയിലോട്ട് എങ്ങനെയാണ് വരുന്നത്? കർണിക മൂവിയിൽ എത്തുന്നതും ശരിക്കും സാറുമായിട്ടുള്ള പരിചയം തന്നെ. 2016 മുതൽ എനിക്ക് സാറിനെ അറിയാം. ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷേ ഇവിടം വരെ എത്തും സിനിമ എടുക്കണം അങ്ങനെയുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല. ഞാൻ ഡാം 999 പറഞ്ഞിട്ട് സാറിൻ്റെ ഒരു സിനിമയുടെ ആർട്ടിക്കിൾ കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഹോളിവുഡ് ചിത്രം ഒരു മലയാളി ഡയറക്റ്റ് ചെയ്തേക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം പുനലൂരുകാരനാണ്, അപ്പോൾ എൻ്റെ നാടിനടുത്താണ്. അപ്പം ഞാൻ എക്സൈറ്റഡ് ആയി. അപ്പോൾ അങ്ങനെയാണ് പുള്ളിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം വന്നത്. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. സാറിനെ പരിചയപ്പെടുമ്പോൾ ആൾ വളരെ സിമ്പിളാണ്. പിന്നെ ആ ഒരു സൗഹൃദം പിന്നെ ഉണ്ടായിരുന്നു. എപ്പോഴും ഒന്നും അങ്ങനെ സംസാരിക്കാറോ ചാറ്റ് ചെയ്യാറൊന്നും ഇല്ല, എങ്കിൽ പോലും ഒരു ഹാർട്ട് ടച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബന്ധം നിലനിൽക്കെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് ഫിലിമുകൾ കാര്യങ്ങൾ, പിന്നെ ഈ ജേഷൻസ് ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെയൊക്കെ ഇടയ്ക്ക് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഞാൻ അരുണിനെ പരിചയപ്പെടുന്നത്, ഇതിൻ്റെ ഡയറക്ടർ. അങ്ങനെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തതാണ്. അങ്ങനെ ആ ഷോർട്ട് ഫിലിമാണ് ശരിക്കും പിന്നെ സിനിമയെ മാറിയത്. അത് ഷോർട്ട് ഫിലിം എടുത്തതിന് ശേഷം ആ ഷോർട്ട് ഫിലിം ശരിക്കും ഒരു സിനിമയ്ക്കുള്ള എല്ലാ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്ത് അവതരിപ്പിക്കുകയും ഞങ്ങളിത് ചെയ്ത വർക്ക് കൊണ്ട് കാണിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് സാർ ഇത് നിങ്ങൾ ഷോർട്ട് ഫിലിം ആക്കി കളയണ്ട, ഒരു സിനിമയാക്ക് സാർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴും ഈ ഒരു കർണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ് ചെയ്തത്. അതെ. അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? കർണൻ ആരാണ്? കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും ആള് പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ കർണൻ നെഗറ്റീവാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്, അതോ
കാരണം നെഗറ്റീവാണ് ഉപയോഗിക്കുന്നത്, അത് രണ്ടും കൂടി കലർന്ന ഒരു ക്യാരക്ടർ. രണ്ടും കൂടി കലർന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഇതിലും. റിയൽ കർണനെ പോലെ ഒരു ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ഒരു ഹൊറർ ടൈപ്പ് ആണല്ലോ നമ്മുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഒരു ഫീൽ വരുന്നത്. അപ്പോൾ ഈ നിങ്ങളിപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്തു, അങ്ങനെ ഒരു കണ്ടന്റ് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്തതാണല്ലോ. അപ്പോൾ ഈ ഹൊററിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്? അതൊക്കെ യാദൃശ്യമായിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ പണ്ട് മുതലേ സിനിമ ചെയ്യണം ആഗ്രഹിച്ചിട്ട് എങ്ങനെ സിനിമയിലോട്ട് വന്നത്? ഒരു യാദൃശ്ചികമായിട്ടൊരു നായകനായിട്ട് വന്നതാണ്? ഒരു സിനിമാ നടനാകണമെന്നുള്ളത് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ ആഗ്രഹമാണല്ലോ അത്. പിന്നെ ആദ്യത്തെ പടത്തിൽ തന്നെ ഒരു മെയിൻ കഥാപാത്രമായിട്ട് വരാൻ കഴിയും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയാ, ദൈവനിശ്ചയം എന്ന് വേണമെങ്കിൽ പറയാം. സോൺ റോയ് സാറിനെ പരിചയപ്പെട്ടതും അരുണിനെ പരിചയപ്പെട്ടതും ഇതൊക്കെയാണ് ഇതിലൊരു നിമിത്തമായത്. ഇപ്പോൾ നമ്മളിപ്പം ഒരു ഹൊറർ വൈബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണൽ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് ഒരു ഫീൽ വരുന്നത് സിനിമേനെ മണിച്ചിത്രത്താഴ് നിൽക്കണം, ഭയങ്കര ക്ലാസിക്കായിട്ട് വരുന്നത്. അപ്പോൾ അതേപോലത്തെ ഒരു വീണ്ടും ഒരു ക്ലാസിക് ആയിട്ട് നമ്മുടെ ഈ സിനിമ മാറുമെന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്രയും ആൾക്കാർ പിടിച്ചെടുത്താൽ എന്ത് എലമെന്റാണ് ഇതിൽ ഉള്ളതെന്ന് തോന്നിയിരിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഹൊറർ ചിത്രമാണ്. ഇതിൽ ഇപ്പം മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമ നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു മൂഡുണ്ടല്ലോ, ഒരു ഫീലുണ്ട്. എന്ന് പറയുന്ന പോലെ കർണിക എന്ന് പറയുന്ന സിനിമയ്ക്കും അത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് മനസ്സിലാവൊരു വേറൊരു ഫീലാണ്. വേറൊരു പാറ്റേൺ ഇതുവരെ വന്നിട്ടില്ലാത്ത, മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഈ മൂവിയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മന്ത്രവാദം അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചൊരു വൈബൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വൈബ് തന്നെയാണ് മൂവി പോകുന്നത്? അല്ല, അങ്ങനെ വൈബ് അല്ല. ഇത് കുറച്ച് ഹൊറർ ആണെങ്കിലും, ഹൊറർ ഉണ്ടെങ്കിലും ഇതിൽ കൂടുതലും ഇൻവെസ്റ്റിഗേഷൻ ആണ് വരുന്നത്. ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവിയിൽ ഇപ്പം കർണൻ എന്ന കഥാപാത്രമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അതല്ലാണ്ട് ഭയങ്കരമായിട്ട് ഒരു നിങ്ങളെ പിടിച്ചു കൊലിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആരുടെയാ ഈ സിനിമയിൽ? ഈ സിനിമയിൽ കുറേ പേരുള്ളതുകൊണ്ടാണ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് ആലോചിച്ചിരിക്കുന്നത്. അല്ല, ഈ സിനിമയിൽ നമ്മുടെ പ്രിയങ്ക മേഡം ചെയ്ത ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ശരിക്കും സെൻട്രൽ ക്യാരക്ടർ. അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇപ്പോൾ കർണൻ എന്ന് വിളിക്കുന്ന, ഞാൻ കർണൻ തന്നെ വിളിക്കാനേ. കർണൻ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തൊരു മൂവിയാണ് ഇത്, കർണിക എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഒരു നടൻ എന്നൊരു നിലയിൽ ഏറ്റവും ഈ ഒരു ക്യാരക്ടർ ചെയ്തപ്പോൾ എടുത്ത ഒരു ചാലഞ്ച് അല്ലെങ്കിൽ എന്ത് പ്രിപ്പറേഷനാണ് എടുത്തത്? ഏറ്റവും ഫേസ് ചെയ്ത ചാലഞ്ച് എന്തായിരുന്നു? ഈ കർണൻ എന്നുള്ള ക്യാരക്ടർ ഒരു പവർഫുൾ ക്യാരക്ടറാണ്. ഈ സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കർണൻ. അപ്പോൾ കുറച്ച് ജിമ്മിനൊക്കെ പോവായിരുന്നു ഷൂട്ടിന് മുന്നേ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ സിനിമയിൽ ഒരു അവസരം കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ എന്ത് വേണേലും നമ്മൾ ചെയ്യും. അങ്ങനെ ജിമ്മിന് പോയി വെയിറ്റ് കുറച്ച് കൂട്ടി. ഇതിനേക്കാളും വെയിറ്റ് എനിക്ക് ആ സമയത്തുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അധികം ചിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല. അപ്പം ഡയറക്ടർ എന്നോട് പറയും, ഞാൻ പൊതുവെ കഴിക്കുന്ന ഒരാളാണ്, പക്ഷെ ഈ ക്യാരക്ടർ അങ്ങനെയല്ല, ഡിഫറെന്റ്, നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പം ഡയറക്ടറിൻ്റെ അടുത്ത് എപ്പോഴും പറയും, നീ ആ ക്യാരക്ടർ ഇങ്ങനെ പിടിച്ച് നടക്കണം, അപ്പം നിനക്ക് എളുപ്പമായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് പുതുമുഖങ്ങളുടെ പടമാണ് എന്നൊരു പൊതുവെ ഒരു സംസാരമുണ്ട്. അപ്പം എന്ന് വെച്ചിട്ട് ഞങ്ങളൊന്നും കൈവിടരുത്. കാര്യം പുതുമുഖങ്ങളുടെ പടമാണെങ്കിലും നിങ്ങൾ കണ്ടിറങ്ങുന്നവർ നിങ്ങൾ രണ്ട് കൈ നീട്ടി ഇത് സ്വീകരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് തൃപ്തിയായിട്ട് ഈ സിനിമ കണ്ടിറങ്ങാൻ പറ്റും. കാര്യം അതിനുള്ള കണ്ടന്റ് അതിലുണ്ട്.
അപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ ഹിറ്റ് ആവട്ടെ ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.